ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ CSCB പരീക്ഷ അല്ലേ. CSCB പരീക്ഷയ്ക്ക് അടിപൊളി മാറ്റങ്ങളാണ് ഇത്തവണ വന്നിരിക്കുന്നത്. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ കാറ്റഗറിയൊക്കെ തിരിച്ച് നമ്മളിലേക്ക് എക്സാം വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ എക്സാം വരുമ്പോൾ എക്സാമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി. എന്താണ് സംഭവങ്ങൾ അല്ലേ, സൂപ്പർ ഗ്രേഡ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാങ്കുകളൊക്കെ വന്നപ്പോൾ ആ പരീക്ഷകൾ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും പരീക്ഷയുടെ സിലബസിൽ മാറ്റം ഉണ്ടാവും, അതിന് ഇത്തരത്തിൽ പുതിയൊരു എക്സാം വന്ന സമയത്ത് നമുക്ക് അതിനു വേണ്ടി പഠിക്കാനായിട്ട് പുതിയൊരു സിലബസ് അല്ലെങ്കിൽ സിലബസിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആ സംശയങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ടൊക്കെ നമ്മളെ മുന്നിൽ തീർന്നു കഴിഞ്ഞു. നമ്മൾ പഠിത്തത്തിലുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇങ്ങനെ എത്തിയ സമയത്ത് ഇനിയും പലരും നമ്മളിടയിൽ പഠിക്കാതെ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് നമ്മളെ മുന്നിൽ ഇനിയും പഠിത്തം തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. കാരണം നമ്മൾക്ക് സമയം ഇനിയുമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഏതൊരു മത്സര പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന സമയത്തും നമ്മളൊരു അവസാനഘട്ട പരിശീലനം എന്ന രീതിയിൽ ഒരു പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ മാർക്ക് നമ്മളെ എക്സാമിൻ്റെ മാർക്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കും. നിങ്ങൾ എത്ര വർഷമായിട്ട് അല്ലെങ്കിൽ എത്ര കാലമായിട്ട് മാസങ്ങളായിട്ട് പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ചിലപ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ ഒരു വർഷത്തിൽ ഇത്തരത്തിൽ ഒന്നോ അതിലധികമോ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് കട്ട് ഓഫിൻ്റെ അടുത്ത് വരെ നമുക്കറിയാം, കഴിഞ്ഞ ഒരു CSCBയുടെ എക്സാം വരെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയത് ഏതാണ്ട് 80-ന് മുകളിലാണ് കട്ട് ഓഫ് പോയത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി കുറച്ച് ഈസി ആയിരുന്നു. നമ്മളെ സിലബസ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ആയതുകൊണ്ട് തന്നെയാണ് വലിയൊരു മാറ്റം, അതായത് വലിയൊരു ഉയർച്ച കട്ട് ഓഫിൽ വന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത്തവണ നമ്മൾ പഠിക്കേണ്ട രീതിയിലും പഠിക്കേണ്ട സബ്ജക്റ്റിലൊക്കെ ഒരു അഡ്വാൻസ് ലെവല് നമ്മൾ കണക്കാക്കണം. കാരണം നമുക്കറിയാം, സൂപ്പർ ഗ്രേഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ബാങ്കിങ് സ്ട്രക്ചറിൽ വരുമ്പോൾ കുറച്ചധികം മുകളിലുള്ള ബാങ്കാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറാവുമ്പോൾ നമ്മൾ ബേസ് ലെവലും നോക്കണം, അതേപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കണം. എന്നീ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു കട്ട് ഓഫ് മാർക്ക്, കൂടാതെ കട്ട് ഓഫ് നമുക്ക് നല്ല രീതിയിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കട്ട് ഓഫ് മാർക്കിന് മുകളിൽ എത്തണമെങ്കിൽ നല്ലൊരു പഠനം നമ്മളെ മുന്നിൽ എത്തണം. അത് നമ്മളിപ്പോൾ സബ്ജക്റ്റ് പേപ്പർ മാത്രം പോരാ, അല്ലാതെ നോൺ സബ്ജക്റ്റ് പേപ്പറുകൾ അതും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സബ്ജക്റ്റും നോൺ സബ്ജക്റ്റ് പേപ്പറും നമ്മൾ നല്ല രീതിയിൽ ഒരേ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോയാലാണ് വരാൻ പോകുന്ന ഒരു CSCBയുടെ എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞവരായിക്കോട്ടെ, അതായത് നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്കൊരു റിവിഷനാണ് വേണ്ടത്. ശരി, പഠിച്ചു കഴിഞ്ഞവരായിക്കോട്ടെ, ഇപ്പോഴും പഠിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ തീരെ പഠിത്തം തുടങ്ങാത്തവരായിക്കോട്ടെ, നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ CSCB എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ബേസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിക്കാനും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളെ സംശയങ്ങളൊക്കെ തീർത്തുകൊണ്ട് കൂടുതൽ MCQ ഡിസ്കഷനോടുകൂടി തന്നെ, സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമോടുകൂടി തന്നെ, ലൈവ് ക്ലാസ്സോടുകൂടി തന്നെ നല്ലൊരു പഠനം മുന്നിൽ വെച്ചുകൊണ്ട് വരാനിരിക്കുന്ന എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ CSCBയുടെ 30-ഡേ ക്രാഷ് കോഴ്സ് ബാച്ച്. നമുക്കറിയാം, നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ഒക്ടോബർ 12 അല്ലേ. നമുക്കിനി കൃത്യമായി പറയുകയാണെങ്കിൽ 30 ദിവസമാണ് നമ്മളെ മുന്നിലുള്ളത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒക്ടോബർ 12 നടക്കുന്ന ആ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് ഇപ്പോഴും തന്നെ പഠിച്ചു തുടങ്ങാം. അതിനു വേണ്ടിയിട്ടാണ് 30-ഡേ ബാച്ച്. എന്തൊക്കെയാണ് ഈ ബാച്ചിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് നോക്കാം നമുക്ക്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, മോഡൽ എക്സാം, ക്വറി ഹാൻഡ്ലിങ്, PYQ സെറ്റ് പ്രാക്ടീസുകൾ, ലൈവ് സെഷൻസ്, അതേപോലെ സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, സ്റ്റഡി മെറ്റീരിയൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഈ 30-ഡേ ക്രാഷ് കോഴ്സിന് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ എക്സാമിന് തന്നെ ഒരുപാട് പേര് നമ്മുടെ ഈ 30-ഡേ ബാച്ചിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ലൊരു ഫീഡ്ബാക്ക് അല്ലേ, വളരെ മികച്ചൊരു ഫീഡ്ബാക്കാണ് അവരിൽ നിന്ന് നമുക്ക് എത്താൻ, അതായത് അവരിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് നമ്മളെ ഈ ഒരു ബാച്ചിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് വിധത്തിലുള്ള സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അതായത്
പഠിച്ച് എല്ലാ ഏരിയയും കവർ ചെയ്ത ആളായിക്കോട്ടെ, ഇനി റിവിഷനാണ് നിങ്ങൾക്ക് വേണ്ടത്, ശരി, അല്ലെങ്കിൽ തീരെ പഠിക്കാൻ തുടങ്ങാത്തവരോ അതായത് പഠിച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാരോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ 30 ഡേ ബാച്ച് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ബാച്ചിലെ കുട്ടികളുടെ ഫീഡ്ബാക്ക് തന്നെയാണ്, വളരെ മികച്ച ഫീഡ്ബാക്ക് ആണ് അവരിൽ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ മടിച്ചു നിൽക്കണ്ട, വരാൻ പോകുന്ന CSCB എക്സാം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആക്കാം. ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഈ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ CSCയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് രേഖപ്പെടുത്താം, നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ 30 ഡേ ബാച്ചിൻ്റെ കാര്യം ഒന്നുകൂടി പറയുന്നു, നമ്മൾ എക്സാം ഡേറ്റിൻ്റെ കാര്യം ഒന്നുകൂടി പറയുന്നു. എപ്പോഴാണ്? ഒക്ടോബർ 12 എക്സാം. മികച്ച പഠനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ ഈസി ആയിട്ട് ഈ വരുന്ന CSCB എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാം. താങ്ക്